കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് കാനഡയുടെ അകത്തും കാനഡയുടെ പുറത്തുമൊക്കെ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന ന്യൂസാണ് കാനഡയിൽ നിന്ന് 10 ലക്ഷത്തോളം ആൾക്കാർ തിരിച്ചയക്കുക എന്നുള്ളത്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ല വെറും കുറേ തള്ളലാണോ? വീഡിയോൻ്റെ അവസാനം വരെ കാണുക. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ദുബായിലും മറ്റിടത്ത് നടക്കുന്ന കുറച്ച് ഫ്രോഡിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. മാത്രമല്ല, ഈ 10 ലക്ഷം ആൾക്കാരെ ഇങ്ങനെ കയറ്റി അയക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനെ കയറ്റി അയക്കപ്പെടാതിരിക്കാനുള്ള കുറച്ച് ട്രിക്സ് എൻ്റെ ചില മുന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹിൻറ്റ് തന്നിരുന്നു. എങ്കിലും ഒന്നും കൂടി വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കാം. 10 ലക്ഷത്തോളം ആൾക്കാരെ ശരിക്കും കാനഡ തിരിച്ചയക്കുന്നു. ലോകം മുഴുവനുള്ള ന്യൂസ് പേപ്പറുകളിലും സോഷ്യൽ മീഡിയയിലും കുറച്ച് നാളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലെത്ര സത്യമുണ്ടെന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ സത്യമുണ്ടോ? അതായത് ഇറ്റ്സ് ട്രൂ ദാറ്റ് ഓൾമോസ്റ്റ് കാനഡയിൽ ഒരു 3 മില്യൺ ആൾക്കാർ ടെമ്പററി റെസിഡൻസ് ഉണ്ട്. ഈ ടെമ്പററി റെസിഡൻസ് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, വിസിറ്റർ വിസയിലും സ്റ്റഡി വിസയിലും വർക്ക് പെർമിറ്റൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ടെമ്പററി റെസിഡൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 1 മില്യണോളം കേസുകൾ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ വർക്ക് പെർമിറ്റിൻ്റെ ഡേറ്റ് ഇവിടെ തീരാണ് ഈ വർഷം, ഈ 2026. അതോടെ ഇറ്റ്സ് ട്രൂ ദേ ആർ ഗോയിങ് ടു ബി ഔട്ട് ഓഫ് സ്റ്റാറ്റസ്. ബട്ട് ഇവരെല്ലാവരും കംപ്ലീറ്റ് ഇത് വെച്ച് ഉറങ്ങിയിരിക്കുകയല്ല. ഇതിൽ പലരും, ഒരു 20% ആൾക്കാരൊക്കെ പല രീതിയിലുള്ള PNP, RCIP, മറ്റേ എക്സ്പ്രസ് എൻട്രി, ഇങ്ങനെയുള്ള പല പല പ്രോഗ്രാം വഴി അവരുടെ ഓൾറെഡി PR ഇസ് പ്രോബ്ലി ഗോയിങ് ത്രൂ, അല്ലെങ്കിൽ ദേ മേ ഗെറ്റ് ത്രൂ, ദേ മേ ഗെറ്റ് ITA വട്ടവർ. ഇപ്പം ലാസ്റ്റ് വീക്ക് കണ്ടില്ലേ 8,000 ആൾക്കാർക്ക് ഒറ്റയടിക്ക് ITA കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കയറിപ്പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു 1 ഇയർ പീരീഡിൽ. അപ്പോൾ ലെറ്റ്സ് 20% ഫൈൻഡ് സം വേ ഔട്ട്. 10 lakhs ആൾക്കാർ നിങ്ങൾക്ക് കാനഡ തിരിച്ചേക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും. കാരണം കാനഡൻ്റെ ഹോൾ CBS സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയെടുത്തേക്ക് ക്യാൻ പ്രോബ്ലി മാനേജ് ടു ഡിപ്പോർട്ട് മാക്സിമം 100,000 പീപ്പിൾ എ ഇയർ. ലാസ്റ്റ് ഇയർ 20,000, ഏകദേശം 20,000 ആൾക്കാരാണ് അവർ തിരിച്ചയച്ചത്. അപ്പോൾ ഇനി ഇവരെല്ലാ ഫുൾ സ്വിങ്ങിൽ ഒരുപാട് ആൾക്കാരെയൊക്കെ ഹയർ ചെയ്ത് വളരെ എക്സ്പെഡേറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റൊക്കെ നടത്തിയിട്ട് എവരെയും ആൾക്കാർ ഡിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ മാക്സിമം ഒരു 100,000 ആൾക്കാർ ഒരു ഇയറിലൊക്കെ ചെയ്യാൻ പറ്റും. ആ റേഷ്യോ പോകുകയാണെങ്കിൽ 8 years എടുക്കും ഈ 800,000 ആൾക്കാരെ തിരിച്ചയക്കാൻ. അപ്പോൾ ഇതിൽ എങ്ങനെ ഇവർ അത് ഫിൽട്ടർ ചെയ്തിട്ട് ആരെയൊക്കെ ഇവർ പ്രയോറിറ്റിയിൽ ഗ്രൂപ്പിലിടും പറഞ്ഞേക്കാന്നുള്ളത് നമുക്കിപ്പം കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ടെൻഷൻ വേണ്ട. ഞാനിതിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് 3-4 ടിപ്സ് തരാം. അത് വേണമെങ്കിൽ, അപ്ലിക്കബിൾ ആണെങ്കിൽ, നിങ്ങളതിന് യോഗ്യരാണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ യെസ്, പ്രൊസീഡ് വിത്ത് ദാറ്റ്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇങ്ങനെ ഏതായാലും നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ നിങ്ങൾക്ക് കാനഡയിൽ നിൽക്കുകയും വേണം. അങ്ങനൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയും ഒരു വിസിറ്റർ റെക്കോർഡിലോട്ട് മാറുക. അതാണൊരു ഓപ്ഷൻ. വിസിറ്റർ റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ വർക്കർ സ്റ്റാറ്റസും നിങ്ങൾ വിസിറ്ററായിട്ട് കാനഡയിൽ കണ്ടിന്യൂ ചെയ്യുന്നൊരവസ്ഥ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടാകും. ചിലപ്പോൾ ചില ഇൻ്റർവ്യൂ കിട്ടും, ജോബ് കിട്ടും, LMI കിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും PRന് ITA കിട്ടിയിട്ട് PR സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടാകാൻ സാധ്യതയുണ്ട്. കറക്റ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും PNP കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാരലായിട്ട് എന്തെങ്കിലും ഇത് ഈ വിസിറ്റർ റെക്കോർഡിലോട്ട് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരിക്കാനല്ല പറഞ്ഞ്, വേറെ എന്തെങ്കിലും പാത്വേ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വർക്കൗട്ട് ആവുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊന്നാം. നമ്പർ 2 ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിൽ LMIയോ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പ്രോവിൻസിലുള്ള ജോബ് ഓഫറോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുക. അറ്റ്ലാന്റിക് പ്രോവിൻസിലെ ജോബ് ഓഫറിൽ മിക്കവാറും LMIയുടെ ആവശ്യം വരത്തില്ല. മറ്റുള്ള പ്രോവിൻസിലാണെങ്കിൽ LMI മസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ട്രൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് ദ മണി, ഇഫ് യു ക്യാൻ അഫോർഡ്, ഗോ ടു സ്റ്റഡി മാസ്റ്റേഴ്സ് ഓർ ഗോ ടു സം കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സ്റ്റഡീസ് വിച്ച് ഈസ് വെരി മച്ച് ഇൻ ഡിമാൻഡ് ഇൻ കാനഡ. അതൊരു ശ്രമം നടത്താം. ഇതാണ് ഒരു മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നാട്ടിൽ പെർസിക്യൂഷനോ അല്ലെങ്കിൽ അത്രയും തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടിയാണ്, വേറെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷനുള്ള ഒരാളാണ്, പല ഇഷ്യൂസും പല ഡേഞ്ചറും നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ യെസ്, ദെൻ യു ക്യാൻ ഈവൻ ക്ലെയിം പ്രൊട്ടക്ഷൻ. ഈവൻ നൗ ദേ ആർ അലൗവിങ്, ബട്ട് വി ഡോണ്ട് നോ ആഫ്റ്റർ February വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൺ. പ്രൊട്ടക്ഷൻ്റെ കേസിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവരോടും പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാൻ ഒരിക്കലും വീഡിയോ വഴി പറയല്ല. ഞാൻ പറയുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ വഴി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ കൺസൾട്ടേഷൻ വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിയറായിട്ട് നിങ്ങളെ ഒന്ന് എലിജിബിലിറ്റി ഫാക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സക്സസ് ചാൻസും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓഫീസ് ചെയ്യുന്ന കേസാണ്. കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ 1-2 വർഷം പിടിച്ചു നിൽക്കാൻ അതൊരു നല്ല ഓപ്ഷനായിരിക്കും. ബട്ട് അതൊരിക്കലും പെർമനൻറ്റ് ഓപ്ഷനൊന്നും ഇവിടെ ഗ്യാരണ്ടി ആരും തരുന്നില്ല. നിങ്ങൾ കോർട്ടിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് PRും കിട്ടും. അതല്ലെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കോമൺ ലോ ആയിട്ട് ഏതെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ കാനഡിയൻ PR ആയിട്ടോ കാനഡിയൻ സിറ്റിസണായിട്ടുള്ള ആരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ മാരേജ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതും ഒരു ഗോൾഡൻ ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു 4-5 ഓപ്ഷൻ അല്ലാതെ മറ്റ്
വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ള വഴിക്കൊക്കെ പോകാൻ. ഞാൻ പലരോടും ഫ്രഞ്ച് പഠിക്കാനൊക്കെ പറഞ്ഞതൊന്നും ഒരു ഈസിയുള്ള ഓപ്ഷൻ അല്ലാതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പിന്നെയും ഇത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുവഴി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്ത് നമ്മൾ കൺസൾട്ടേഷൻ വഴി കാര്യങ്ങൾ കുറേ കൂടി എലാബറേറ്റ് ആയിട്ട് വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം. പിന്നെ അതിവിടെ പറയുന്നതിൽ കാര്യമൊന്നും അറിയത്തില്ല. ചിലവർ സംബന്ധിച്ചിട്ട് ഈ എക്സ്പ്രസ് എൻട്രി കാനഡ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ അവർക്ക് 450 475 ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് നാട്ടിൽ ചെന്നിട്ട് ജോബ് ചെയ്തിട്ട് ഈ സ്കോർ കൂട്ടിയിട്ട് CC ആയിട്ട് തിരിച്ചു വരാം. അത് പിന്നെ നാട്ടിൽ പോകാൻ റെഡി ഉള്ളവർ കേട്ടോ. നാട്ടിൽ പോകാൻ റെഡി ഇല്ലാത്തവർ എൻ്റെ അടുത്ത് 90% ആൾക്കാരും പറഞ്ഞു സാറേ ഇവിടുന്ന് പോകാതെ എങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും, ലീഗലായിട്ടോ പിന്നെ വർക്ക് ചെയ്യാണ്ടോ വിസിറ്ററായിട്ടോ എങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് എൻക്വയറി ഇപ്പോഴും പ്രൊട്ടക്ഷൻ ക്ലെയിമിനെ പറ്റി ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഉള്ള ഓപ്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവർക്കും എല്ലാ ഓപ്ഷനും നടക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ കൺസൾട്ടേഷനിലുള്ള അവരവരുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് എവിടുന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് ബ്ലൈൻഡായിട്ട് ഹേറ്റ് ഡിസിഷൻ എടുത്ത് ഇവിടുന്ന് കാനഡ വിടാതെ കാനഡയിൽ ഒരു വർക്ക് പെർമിറ്റ് തീരുന്ന 1-2 മാസം മുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പാത്ത് വേ അന്വേഷിച്ച് റിയലൈസ് ചെയ്തിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് പേര് മിസ്ഗൈഡായിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ഇപ്പം എന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള മണ്ടത്തരം കാണിക്കാതെ അറ്റ്ലീസ്റ്റ് ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ ബിഫോർ യു ലീവ് കാനഡ ഇഫ് ദർ ഈസ് എനി ബെറ്റർ ഓപ്ഷൻ ഈസ് ലെഫ്റ്റ് ഔട്ട്. കാരണം ഒരുപാട് പേര് നാട്ടിൽ ചെന്നതിന് ശേഷം ഇപ്പം എന്നെ വിളിക്കുന്നുണ്ട്. അത് ആ ലോയർ ഇങ്ങനെ പറഞ്ഞു, ആ കൺസൾട്ടൻറ്റ് ഇങ്ങനെ പറഞ്ഞു, മറ്റൊരു പറഞ്ഞു കേട്ട് നമ്മൾ പേടിച്ചിട്ടാണ് സ്ഥലം വിട്ടതെന്ന്. ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ദേ ഹാഡ് സം ഓപ്പർച്യൂണിറ്റി ടു സ്റ്റേ ബാക്ക്. അതവർക്ക് അറിയില്ലായിരുന്നു. ദുബായിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഫ്രോഡിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ദുബായ് ബേസ്ഡ് എന്ന് പറഞ്ഞേ ഉള്ളൂ, പക്ഷേ മൊത്തം ഗൾഫിൽ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പാകിസ്ഥാനികളാണ്. അവർക്ക് കനഡയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് ഫിഫ വേൾഡ് കപ്പ് വരെയാണല്ലോ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് കാനഡയിലും അമേരിക്കയിലായിട്ട് നടക്കാൻ പോകുന്നു ഇപ്രാവശ്യം, മെക്സിക്കോയിലും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇത്രയും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പവലിയനിൽ ഇന്ന ഏരിയയിൽ ഇത്രയും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിസിറ്റർ വിസ അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഡ് കിടക്കുന്നുണ്ട്. പ്ലീസ് ബി എക്സ്ട്രീംലി കെയർഫുൾ. എൻ്റെ ഒരു അറിവ് അനുസരിച്ചാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഈ 1-2 രാജ്യങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് ഒരു വിസ അപ്രൂവ് ചെയ്യത്തുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ഈ ഒരു മാസ് ബുക്കിംഗ് ഒന്നും അലൗഡ് അല്ല. അതിനൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് കൺട്രോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആരെങ്കിലും ഇരിക്കുന്ന ഏജൻ്റെ പൊടി കാണത്തില്ല ഫിഫ വേൾഡിൽ നിങ്ങളുടെ വിസ റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ. അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു 1000 ദിർഹമോ 2000 ദിർഹമോ വെച്ച് വാങ്ങിച്ചപ്പോരെ 1 or 2 million ആൻഡ് ദേ വിൽ ജസ്റ്റ് വാനിഷ്. ഇതാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബി എക്സ്ട്രീംലി കെയർഫുൾ. ജെന്യൂൻ കേസുകൾ കാണുമായിരിക്കും, മേ ബി 1 or 2% കാണാതിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബട്ട് ജനറലി സ്പീക്കിംഗ് അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ ഇങ്ങനെ ടിക്കറ്റൊക്കെ പർച്ചേസ് വാങ്ങിച്ച് അത് നിങ്ങളുടെ മറ്റുള്ള എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യും. അതായത് ഒരു സോക്കർ കളി കാണാനായിട്ട് ജീവിതത്തിലൊരിക്കലും പിന്നെ വേറെ രാജ്യത്ത് പോകാത്തൊരുത്തൻ ദുബായിൽ നിന്ന് നേരെ കാനഡയ്ക്ക് വരുന്ന നമ്മൾ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കാനഡൻ വിസിറ്റർ വിസയ്ക്ക് ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും, അതൊരു ഫിഫ ടിക്കറ്റ് ഒരു കാരണം മാത്രമാണ്. മറ്റുള്ള എല്ലാ കണ്ടീഷൻസും ബാങ്ക് ബാലൻസും നിൻ്റെ നാട്ടിൽ സ്ട്രോങ് അറ്റാച്ച്മെൻറ്റും എല്ലാ കാര്യങ്ങളും അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വിസിറ്റർ വിസ അപ്രൂവ് ആകത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്നൊരു 60-70% വിസയും റെഫ്യൂസ് ആകുന്ന കാലത്ത്. മാത്രമല്ല കാനഡ എക്സ്പെക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കാനഡ ഈസ് ക്ലോസർ ടു ഓൾ ദ സൗത്ത് അമേരിക്കൻ കൺട്രീസ് ആൻഡ് ഓൾ. യൂറോപ്പിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ തന്നെ മാക്സിമം ആൾക്കാർ ഇവിടെ വരും കളി കാണാൻ. അപ്പോൾ ശരിക്കും ഈ ആ ഭാഗത്തു നിന്ന് ആരും വന്നിട്ടില്ലെങ്കിൽ കൂടെ ഒരു പ്രശ്നമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. സോ കാനഡ ഓർ US ഓർ മെക്സിക്കോ ദേ ആർ നോട്ട് ഡിസ്പറേറ്റ് കറക്റ്റ്. അപ്പോൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുടെ വരും, യൂറോപ്പിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുടെ വരും കളി കാണാൻ. അത് തന്നെ ഇവർക്ക് ധാരാളം മതി. അതുകൊണ്ട് വളരെ എക്സെപ്ഷണൽ കേസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്രൂവ് ചെയ്യും. നല്ല സൗണ്ടായിട്ടുള്ള ആൾക്കാർ ഏത് ഭാഗത്തുനിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും വന്ന് കാണാതിരിക്കും. ബട്ട് ഈ പറഞ്ഞ പോലെ ഈ ഫേക്ക് സോഷ്യൽ മീഡിയ ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പേരെ പറ്റിക്കാൻ ഒരു മാഫിയ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പെടാൻ സാധ്യത മലയാളികളാണെങ്കിൽ അതിബുദ്ധിമാമാന്നൊക്കെ ധാരണ, പക്ഷേ പെടുന്നതൊക്കെ ഭയങ്കര ഉടായ്പ പരിപാടിയിലൊക്കെ ചെന്ന് പെടും. അതത്ര. പിന്നെ കുറച്ച് ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്കോണമിക് അല്ലായിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ US ആയിട്ടുള്ള കാനഡൻ്റെ പ്രശ്നങ്ങൾ, US വെനിസുല അറ്റാക്ക് ഏതൊക്കെ രീതിയിൽ ഓയിൽ എക്കോണമിയെ ബാധിക്കും, കാനഡക്ക് കുറേ കൂടി നെഗോഷിയേഷൻ പവറും മറ്റുള്ള കാര്യങ്ങളിൽ US മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് നമ്മുടെ മിസ്റ്റർ കാർണി, കാനഡൻ്റെ പ്രൈം മിനിസ്റ്റർ വാസ് ഇൻ ചൈന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വളരെ കറക്റ്റാണ്. കാരണം കാർണിക്ക് മറ്റുള്ള ഓപ്ഷൻസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ അന്വേഷിച്ച് ഇപ്പോൾ ലാസ്റ്റ് യൂറോപ്യൻ യൂണിയനിൽ 650 ബില്യൻ്റെ എന്താണ്ടൊക്കെ ഒരുപാട് പേരാണ് ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയിൽ പോയിട്ട് 1 ട്രില്യൻ്റെ ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് മോർ ദാൻ ഇനഫ് പ്രോബബ്ലി ഫോർ കാനഡ ടു ബി കംഫർട്ടബിൾ എക്കോണമിക്കലി ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ 49,000 EV വെഹിക്കിൾസ്
ഇതുവരെ കാനഡ 100% താരിഫ് വെച്ചുകൊണ്ട് അവർക്ക് EV വെഹിക്കിൾസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതലും മറ്റുള്ള നോർമൽ ബ്രാൻഡും പിന്നെ ഈ ടെസ്ലയൊക്കെ തന്നെയാണ് കാനഡിയൻ മാർക്കറ്റിൽ കൂടുതൽ കാണുന്ന EVs. പക്ഷേ അതിന് പകരം ചൈനീസ് ബ്രാൻഡ്, പ്രത്യേകിച്ച് ഈ BYD ഒക്കെ പോലത്തെ ടോപ്പ് ബ്രാൻഡ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു $1 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. കാരണം $1 ട്രില്യൺ ഒരു ഡീലാണ് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയ ട്രിപ്പാണ്. അപ്പോൾ US വളരെ അപ്സെറ്റ് ആയിരിക്കും ഇതിൽ. ബട്ട് അതെങ്ങനെ അതൊക്കെ കാര്യങ്ങൾ റിയാക്ട് ചെയ്യപ്പെടുന്നു എനിക്കറിയത്തില്ല. ബട്ട് ഈ ഒരു ഇങ്ങനെയുള്ള 1-2 ഡീൽ യൂറോപ്യൻ യൂണിയനായിട്ടും ചൈനയൊക്കെ ആയിട്ട് സൈൻ ചെയ്തുകൊണ്ട് തന്നെ വെച്ചിട്ട് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ്, ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കനേഡിയൻസ് കാണുന്നത്. കൂടാതെ മറ്റുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതിനെപ്പറ്റി പറയുന്ന വീഡിയോ ഒരുപാട് നീണ്ടുപോകും. Thanks for watching. Please see if you do not subscribe so that you don't miss any of my videos. And also just make sure that you like and share. Okay? Thank you. Bye.